ഹലോ, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ഛന് രാവിലെ തെങ്ങിന് തടമെടുക്കാൻ ഇറങ്ങിയപ്പം ഒപ്പം കുട്ടികളും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സച്ചു ആമയൊക്കെ ഉണ്ട്. സച്ചുവിന് ഈ ടി വി മൊബൈലൊക്കെ കാണുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ ഇഷ്ടം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടോ. കിളയ്ക്കലും മാന്തലൊക്കെ അച്ഛൻ കണ്ടില്ലേ. അച്ഛന് തെങ്ങിന് തടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 9 മൂടോളം തെങ്ങൊക്കെ ഉണ്ട്. അപ്പം എന്നും രണ്ടെണ്ണം വിരിച്ച് ഇങ്ങനെ അച്ഛൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സച്ചു അവന് പറ്റിയൊരു തൂമ്പ് അവന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവന് അവൻ്റെ അച്ഛൻ പോകുന്നതിന് മുന്നേ ഒരു തൂമ്പ മേടിച്ച് കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ഏട്ടൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ഒപ്പം തന്നെ അവനും ഉണ്ട്. അവന് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മണ്ണിലൊക്കെ കളിച്ച് ഫുള്ള് ചെളിയൊക്കെ പുരണ്ട് ഇങ്ങനെ വരുന്നതാണ്. കാരണം അച്ഛന് ഇങ്ങനെ തന്നെയാണ്. അച്ഛന് എപ്പോഴും പറമ്പിൽ തന്നെയാണ് അച്ഛൻ ഓരോ പണിയെടുത്തുകൊണ്ടിരിക്കും. അപ്പം കുഞ്ഞിലെ മുതലേ അച്ഛൻ്റെ എല്ലാ ഒരു അസിസ്റ്റൻ്റ് എന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ. എല്ലാ പണിക്കും അവനും കൂടും. ഇപ്പോൾ വലുതായപ്പോഴും അവൻ്റെ ശീലങ്ങളൊന്നും മാറിയിട്ടൊന്നുമില്ല. പിന്നെ ചെറിയ തോതിൽ ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഒന്നും വകവെക്കുന്നൊന്നുമില്ല. അവൻ ചെറിയൊരു കവറൊക്കെ ഞാൻ തലയിലിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം മഴവെള്ളം വീണാൽ അപ്പം തന്നെ പനി പിടിക്കും. പിന്നെ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലേ വീഡിയോയ്ക്ക്. കണ്ടില്ലേ, കിളച്ചോണ്ട് നിന്നപ്പം നമുക്കൊരു സാധനം കിട്ടി. അതായത് കാച്ചിൽ നമുക്ക് ആദ്യം തന്നെ എല്ലാം പറിച്ച് കഴിഞ്ഞതായിരുന്നു കേട്ടോ. പിന്നെ തെങ്ങിന് തടമെടുത്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയതാണ്. അതൊരു ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവർക്കും. കാരണം ഇവിടെ എല്ലാവർക്കും കാച്ചിലും ചേമ്പും ചേനയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏട്ടനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും. കുറച്ച് ഏറെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞൾ നട്ടിട്ടുണ്ടായിരുന്നു, അതും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ്ടില്ലേ സച്ചുവിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ അച്ഛൻ ആ മണ്ണെല്ലാം കളഞ്ഞ് അതിൻ്റെ സംഭവങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പുഴുങ്ങി നല്ല കട്ട തൈരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പറമ്പിൽ 2 കാന്താരിയൊക്കെ പൊട്ടിച്ച് ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ട്.